ഗ്രീൻലാൻഡ് തനിക്ക് വേണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാശിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ യൂറോപ്പ് തയ്യാറല്ല. ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയുമായി നടത്തിവന്ന നിർണായകമായ വ്യാപാര കരാർ ചർച്ചകൾക്ക് സഡൻ ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് യൂറോപ്പ്. അമേരിക്കയുമായി ആരംഭിക്കാനിരുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ചർച്ചകൾ മരവിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞു. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിൽക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയാണ് ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ. യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടി വൈസ് പ്രസിഡന്റ് സിഗ്ഫ്രൈഡ് മുറേസൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. അമേരിക്കയുമായിട്ടുള്ള കരാറിന് അതിവേഗം അംഗീകാരം നൽകാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. എന്നാൽ ഭീഷണിയുടെ നിഴലിൽ നിന്നുകൊണ്ട് ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇതാണ് യൂറോപ്യൻ യൂണിയന്റെ പൊതുവായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ. ഇതോടെ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഇറക്കുമതി തീരുവ അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത്. ഇറക്കുമതി തീരുവ ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത്. കാര്യങ്ങൾ എത്രത്തോളം വഷളായത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ജൂലൈ മുതലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ഈ വ്യാപാര ചർച്ചകൾ സജീവമായത്. എന്നാൽ ഗ്രീൻലാൻഡ് വിഷയം ഇതിലേക്ക് കടന്നു വന്നതോടെ കഥ മാറി. ഗ്രീൻലാൻഡിന്റെ തന്ത്രപരമായിട്ടുള്ള സ്ഥാനവും അവിടുത്തെ ധാതു സമ്പത്തും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നും റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം തടയാൻ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഉടമസ്ഥതയിൽ വരണമെന്നുമൊക്കെയാണ് ട്രംപിന്റെ വാദം. ഇതിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 1 മുതൽ 10%, ജൂൺ മുതൽ 25% അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഇത് വെറുമൊരു കച്ചവട തർക്കമൊന്നുമല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള ഒരു ബലപരീക്ഷണമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ വെനസ്വേലയിൽ സ്വീകരിച്ചതുപോലെ ഒരു സൈനിക നടപടിക്ക് ട്രംപ് മുതിർന്നേക്കുമോ എന്ന ആശങ്ക പോലും യൂറോപ്പിനുണ്ട്. കാരണം ട്രംപ് ആയതുകൊണ്ട് ഒന്നും തന്നെ പറയാൻ കഴിയില്ല. ഇതിനെ പ്രതിരോധിക്കാൻ ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിൽ സൈനിക വിന്യാസം നടത്തി കഴിഞ്ഞു. സഖ്യകക്ഷികൾക്കിടയിലുള്ള ഈ പോര് നാറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് മറുപടിയായി യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന ഗൂഗിൾ, മെറ്റ, എക്സ് തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങളും പിഴയും ഏർപ്പെടുത്താനുള്ള നീക്കവും യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച സന്ദേശമാണ് യൂറോപ്പ് നൽകുന്നത്. കാർക്കശ്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ട്രംപിന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.